നമുക്കിടയിൽ ഒരു വലിയ കള്ളമുണ്ട്. മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് റിച്ച്. അവർക്ക് പണക്കാരാകണം എന്നൊന്നുമില്ല. ദേ ജസ്റ്റ് വാണ്ട് ടു ലുക്ക് റിച്ച്. പണക്കാരായി അഭിനയിക്കാനാണ് എല്ലാവർക്കും തന്നെ താല്പര്യം. ആൻഡ് ഓണസ്റ്റ്ലി നമ്മളിൽ പലരും പണക്കാരാകാത്തതിൻ്റെ ഒരു കാരണവും ഇതുതന്നെയാണ്. നമ്മളെ പലപ്പോഴും സൊസൈറ്റി പഠിപ്പിക്കുന്നത് ചില കാര്യങ്ങളുടെ പിന്നാലെ ഓടാനാണ്. ഹൈ സാലറീസ്, ജോബ് ടൈറ്റിൽസ്, ഫോളോവേഴ്സ്, പിന്നെ സൊസൈറ്റിയുടെ അപ്രൂവൽ. ബട്ട് വാട്ട് ഇഫ് ദ റിയൽ ഗെയിം ഇസ് ഇൻവിസിബിൾ? സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് വെറും ബാങ്ക് ബാലൻസ് മാത്രമല്ലെങ്കിലോ? വാട്ട് ഇഫ് ഇറ്റ്സ് ഓൾ അബൌട്ട് ലെവറേജ്, കോമ്പൗണ്ടിങ് ആൻഡ് ഓണർഷിപ്പ്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നവൽ രവികാന്തിൻ്റെ ഒരു ഫിലോസഫിയാണ്. 2018 മെയ്യിൽ നവൽ രവികാന്ത് ഒരു ട്വീറ്റ് സ്റ്റോം ട്വീറ്റ് ചെയ്തു. ആൻഡ് ഇറ്റ് ബ്രോക്ക് ദ ഇൻ്റർനെറ്റ്. ഇന്ന് നമ്മൾ ആ ട്വീറ്റിനെയാണ് ഡീകോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. നെവലിൻ്റെ ഹൗ ടു ഗെറ്റ് റിച്ച് വിത്തൗട്ട് ഗെറ്റിംഗ് ലക്കി എന്ന ട്വീറ്റ് സ്റ്റോം സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ്. നെവലിനെ കുറിച്ച് അറിയില്ലാത്തവർക്ക് വേണ്ടി, നെവൽ ഒരു ഇന്ത്യൻ എത്നിസിറ്റി ഉള്ള അമേരിക്കൻ എൻ്റർപ്രണറാണ്. ഹീസ് ദ കോഫൗണ്ടർ ഓഫ് ഏഞ്ചൽ ലിസ്റ്റ്. സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റിങ്ങിനെ ഡെമോക്രറ്റൈസ് ചെയ്ത ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഏഞ്ചൽ ലിസ്റ്റ് ബൈ കണക്റ്റിംഗ് ഫൗണ്ടേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഊബർ, ട്വിറ്റർ, നോഷൻ എന്ന കമ്പനികളുടെ എല്ലാം ഒരു ഏർലി സ്റ്റേജ് ഇൻവെസ്റ്ററും കൂടിയാണ് നെവൽ. സോ എവറിത്തിങ് ഹി സേസ് ഈസ് പ്രാക്ടിക്കലി പ്രൂവൺ ആൻഡ് ബാറ്റിൽ ടെസ്റ്റഡ്. ആൻഡ് നെവലിനെ സിലിക്കോൺ വാലിയുടെ ഒരു മോഡേൺ ഫിലോസഫർ ആയിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ നെവലിൻ്റെ ഈ ഒരു ട്വീറ്റ് സ്റ്റോം അറിയാത്ത ആരും തന്നെ സിലിക്കോൺ വാലിയിലില്ല. ആൻഡ് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ ഇതിനെ ഒരു 5 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ലെറ്റ് സീ വാട്ട് ഓൾ ദ കാറ്റഗറീസ് ആർ. സോ ദ ഫസ്റ്റ് വൺ ഈസ് സീക്ക് വെൽത്ത് നോട്ട് സ്റ്റാറ്റസ്, ഓൺ ഇക്വിറ്റി, ബിൽഡ് സ്പെസിഫിക് നോളജ്, യൂസ് പെർമിഷൻലെസ് ലെവറേജ് ആൻഡ് പ്ലേ ലോങ് ടേം ഗെയിംസ് വിത്ത് ഹൈ ഇൻറ്റഗ്രിറ്റി പീപ്പിൾ. ഈ 5 കാറ്റഗറീസാണ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ സീക്ക് വെൽത്ത് നോട്ട് സ്റ്റാറ്റസ്. ബേസിക്കലി നെവലിൻ്റെ ഫിലോസഫി പ്രകാരം വെൽത്ത്, സ്റ്റാറ്റസ്, മണി ഇത് മൂന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ സിസ്റ്റംസ് ആണ്. ആൻഡ് ഇതാണ് ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള എല്ലാ ട്വീറ്റുകളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കോമൺ ത്രെഡ്. സീക്ക് വെൽത്ത് നോട്ട് മണി ഓർ സ്റ്റാറ്റസ്. വെൽത്ത് ഈസ് ഹാവിങ് അസറ്റ്സ് ദാറ്റ് ഏൺ വൈൽ യു സ്ലീപ്പ്. Money is how we transfer time and wealth. Status is your place in the social hierarchy. ഈ ട്വീറ്റിൽ നെവൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വെൽത്തിനെ ആയിരിക്കണം പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. സ്റ്റാറ്റസ് ആൻഡ് മണി വെൽത്തിലേക്കുള്ള നമ്മളുടെ ഒരു മീൻസ് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റാറ്റസിലും മണിയിലും അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. വെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി ഏൺ ചെയ്യുന്ന അസറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ റിയൽ എസ്റ്റേറ്റിൽ ഒരു ലാൻഡ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഓൺ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതെല്ലാം നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി മണി ജനറേറ്റ് ചെയ്യും. മണി ഈസ് ഹൗ വി ട്രാൻസ്ഫർ ടൈം. ശരാശരി ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നത് അയാളുടെ ടൈം റെൻ്റ് ഔട്ട് ചെയ്തിട്ടാണ്. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും സോഷ്യൽ ഹൈറാർക്കിയുടെ ഒരു ഭാഗമാണ്. നമ്മൾ മനുഷ്യർ ക്രിയേറ്റ് ചെയ്ത ഒരു ഹൈറാർക്കി ഉണ്ട് സൊസൈറ്റിയിൽ. അതായത് ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്ന ആൾ VIP, അത് കഴിഞ്ഞുള്ള ആൾ മിഡിൽ ക്ലാസ്, അങ്ങനെ ഇങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്ത ഒരു സിസ്റ്റമിൻ്റെ ഭാഗമാണ്. ആൻഡ് കൂടുതൽ ആൾക്കാരും ഈ സിസ്റ്റത്തിനെ ഫോളോ ചെയ്യാൻ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയാണ് പണക്കാരനാണ് എന്ന ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് ആക്ച്വലി വെൽത്ത് അല്ല. ആൻഡ് ഇറ്റ് ഡസൻറ്റ് മേക്ക് യു ഹാപ്പി. ഇറ്റ് ജസ്റ്റ് പുട്ട്സ് പ്രഷർ ഓൺ ടു യു. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എത്തിക്കൽ വെൽത്ത് ക്രിയേഷൻ ഈസ് പോസിബിൾ. ഇഫ് യു സീക്രട്ട്ലി ഡിസ്പൈസ് വെൽത്ത്, ഇറ്റ് വിൽ എലൂഡ് യു. അതായത് പല ആൾക്കാരുടെയും ബ്രെയിനിൽ ഇൻഗ്രെയിൻഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൽത്ത് ക്രിയേഷന് നമ്മൾ എന്തെങ്കിലും ടാക്റ്റിക്കുകൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇല്ലീഗലി ആണ് നമുക്ക് ഒരു വെൽത്ത് ലെവലിലേക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷേ ഇത് ശരിയായിട്ടുള്ള ഒരു ചിന്താഗതിയല്ല. എത്തിക്കലി നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൾട്ട്. ആൻഡ് ഇന്നത്തെ കാലത്ത് നമുക്ക് അതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതിനെക്കുറിച്ചാണ് നെവൽ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണത്തിനെ വെറുക്കുകയോ അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്നവർ അവർ ശരിയല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ നമ്മൾ കീപ്പ് ചെയ്യുവാണെങ്കിൽ പണം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. ഇഗ്നോർ പീപ്പിൾ പ്ലേയിങ് സ്റ്റാറ്റസ് ഗെയിംസ്. ദേ ഗെയിൻ സ്റ്റാറ്റസ് ബൈ അറ്റാക്കിംഗ് പീപ്പിൾ പ്ലേയിങ് വെൽത്ത് ക്രിയേഷൻ ഗെയിംസ്. ഇത് നമ്മൾ പലപ്പോഴും സൊസൈറ്റിയിൽ കണ്ടിട്ടുണ്ടല്ലേ. അതായത് വെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ പുൾ ഡൗൺ ചെയ്തുകൊണ്ട് പല ആൾക്കാരും സ്റ്റാറ്റസ് ഗെയിൻ ചെയ്യുന്നതും അവരെ പേരുദോഷം വരുത്താനായിട്ടൊക്കെ ശ്രമിച്ച് അങ്ങനെ പണം സമ്പാദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആൻഡ് ദേ ആർ ദ പീപ്പിൾ ഹൂ പ്ലേ സ്റ്റാറ്റസ് ഗെയിം. ആൻഡ് ഇങ്ങനെയുള്ളവരെ നമ്മൾ ഒഴിവാക്കണം എന്നാണ് നെവൽ പറയുന്നത്. ഒഴിവാക്കുക എന്ന് പറയുന്നതിലും കൂടുതൽ അവരെ ഇഗ്നോർ ചെയ്യാനാണ് നെവലിൻ്റെ അഡ്വൈസ്.
There are no get rich quick schemes. That's just someone else getting rich off you. Get rich quick. ആ ഒരു സ്കീം നമ്മൾ പല സ്ഥലങ്ങളിൽ പല ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലേ. ആര് നിങ്ങളുടെ അടുത്ത് പണം ഈസി ആയിട്ട് സമ്പാദിക്കാം, പണം ഇരട്ടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് അവർ പണം സമ്പാദിക്കുന്നത് നിങ്ങളിലൂടെയാണ്. നിങ്ങളെ റിപ്പ് ഓഫ് ചെയ്തുകൊണ്ടാണ് അവർ പണം സമ്പാദിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത കാറ്റഗറിയിലേക്ക് പോവാം, അതായത് ഓൺ ഇക്വിറ്റി. ഇക്വിറ്റി എന്നതുകൊണ്ട് നെവൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു അസറ്റ് ഓൺ ചെയ്യുകയോ അതിൻ്റെ ഷെയർസ് ഓൺ ചെയ്യുകയോ ചെയ്യണം. അതിലൂടെയാണ് നമുക്ക് പ്രോപ്പർ വെൽത്ത് ക്രിയേഷൻ പോസിബിൾ എന്നാണ് നെവൽ പറയുന്നത്. യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് റിച്ച് റെൻറ്റിങ് ഔട്ട് യുവർ ടൈം. യു മസ്റ്റ് ഓൺ ഇക്വിറ്റി, എ പീസ് ഓഫ് എ ബിസിനസ് ടു ഗെയിൻ യുവർ ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സാലറി ഉള്ള ജോബിലൂടെ നമ്മൾ നമ്മളുടെ സമയം റെൻ്റ് ഔട്ട് ചെയ്താണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇങ്ങനെ നമുക്ക് റിച്ച് ആവുക എന്ന് പറയുന്നത് അത് വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ആൾക്കാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യു മസ്റ്റ് ഓൺ ഇക്വിറ്റി. ഒരു ബിസിനസ്സിൻ്റെ ഒരു അംശമെങ്കിലും ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. എംബ്രേസ് അക്കൗണ്ടബിലിറ്റി ആൻഡ് ടേക്ക് ബിസിനസ് റിസ്ക്സ് അണ്ടർ യുവർ ഓൺ നെയിം. സൊസൈറ്റി വിൽ റിവാർഡ് യു വിത്ത് റെസ്പോൺസിബിലിറ്റി, ഇക്വിറ്റി ആൻഡ് ലെവറേജ്. ഇതിലൂടെ നെവൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലീഡർഷിപ്പ് പൊസിഷനിലുള്ള ഒരു വ്യക്തിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടബിലിറ്റിയാണ് അവരുടെ ഏറ്റവും വലിയ സ്കിൽ സെറ്റ് അല്ലെങ്കിൽ വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനെയുള്ളവർക്ക് ബെറ്റർ പാർട്ണർഷിപ്പുകൾ കിട്ടും. കമ്പനികൾ, ബിസിനസ്സുകളെല്ലാം ഇവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് തരും. അങ്ങനെയാണ് സൊസൈറ്റി നമ്മളെ റിവാർഡ് ചെയ്യുന്നത് ഫോർ അവർ അക്കൗണ്ടബിലിറ്റി. The most accountable people have singular, public and risky brands. Oprah, Trump, Kanye, Elon. ഇതിൽ നെവൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ബ്രാൻഡുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെപ്പോഴും പബ്ലിക്കും അവരുടെ പേരിൽ തന്നെ ഉള്ളതും അതുപോലെ തന്നെ റിസ്കിയുമായ ബ്രാൻഡുകളാണ്. അതിന് എക്സാമ്പിളായിട്ട് നെവൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ തന്നെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓപ്ര, ട്രംപ്, കാനിയെ, എലോൺ, ഇവരുടെ എല്ലാവരുടെയും ബ്രാൻഡ് എന്ന് പറയുന്നത് അവർ തന്നെയാണ്. ആൻഡ് അവർ വളരെയധികം പബ്ലിക്കായിട്ടുള്ള വ്യക്തികളാണ്. അതുപോലെ തന്നെ അവർ വളരെ റിസ്കി ആയിട്ടുള്ള ബ്രാൻഡുകളാണ്. നാളെ അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ബിസിനസ്സിനെ വളരെയധികം ബാധിക്കും. ആൻഡ് ഈ ഒരു പാറ്റേൺ വെൽത്ത് ക്രിയേഷൻ ചെയ്യുന്ന പലരിലും നമുക്ക് കാണാൻ സാധിക്കും. സോ ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേയ്സ്. ഇനി ദ തേർഡ് കാറ്റഗറി, ബിൽഡ് സ്പെസിഫിക് നോളജ്. Arm yourself with specific knowledge, accountability and leverage. Specific knowledge is knowledge that you cannot be trained for. If society can train you, it can train someone else and replace you. സ്പെസിഫിക് നോളജ് എന്നതുകൊണ്ട് നെവൽ ഉദ്ദേശിക്കുന്നത് ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ 99% ആൾക്കാരെക്കാളും കൂടുതൽ നോളജ് ബിൽഡ് ചെയ്യുക എന്നതാണ്. ആൻഡ് നെവൽ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കാൺ ബി ട്രെയിൻഡ് ബൈ സൊസൈറ്റി. കാരണം നമുക്കൊരു സ്കൂളിലൂടെ കിട്ടുന്ന ഒരിക്കലും സ്പെസിഫിക് നോളജ് അല്ല, അത് എല്ലാവർക്കും കിട്ടുന്ന ജനറിക് നോളജാണ്. ആൻഡ് ഇങ്ങനെ ഒരു നോളജ് നമുക്കുണ്ടെങ്കിൽ സൊസൈറ്റി നമ്മളെ റീപ്ലേസ് ചെയ്യും. നമ്മളെക്കാളും നല്ല ഒരു വർക്കറിനെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് കമ്പനിയാണെങ്കിലും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് കാണാമല്ലേ. സോ നെവലിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് മെയിൻലി നെവൽ പറയുന്നത് കോഡിങ് ആൻഡ് മീഡിയ, ഈ രണ്ട് മെയിൻസാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. സ്പെസിഫിക് നോളജ് ഈസ് ഹൈലി ടെക്നിക്കൽ ഓർ ക്രിയേറ്റീവ്. ഇറ്റ് കനോട്ട് ബി ഔട്ട്സോഴ്സ്ഡ് ഓർ ഓട്ടോമേറ്റഡ്. നെവൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് നോളജ് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ഹൈലി ക്രിയേറ്റീവാണ് അല്ലെങ്കിൽ ഹൈലി ടെക്നിക്കലാണ്. അതായത് ഹൈലി ടെക്നിക്കൽ അല്ലെങ്കിൽ ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള രണ്ട് കാര്യത്തെയും ഒരു സോഫ്റ്റ്വെയറിനോ ഒരു AI-ക്കോ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ രണ്ട് സ്കിൽസിൽ ഏതെങ്കിലും ഒരെണ്ണം ഉള്ള ഒരാളെ ഔട്ട്സോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന കാര്യത്തെ ഓട്ടോമേറ്റ് ചെയ്യാനോ സാധിക്കില്ല. കാരണം അവരുടെ തോട്ട് പ്രോസസ്സ്, അവരുടെ സ്പെസിഫിക് നോളജാണ് അവരുടെ ബലമെന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കാൺ ബി പുൾഡ് അവേ ഫ്രം ദ പേഴ്സൺ. ആൻഡ് അങ്ങനത്തെ ഒരാളെ ഒരു സൊസൈറ്റിക്കോ ഒരു കമ്പനിക്കോ ഒരു ബിസിനസ്സിനോ ഒഴിവാക്കാൻ സാധിക്കില്ല. സ്പെസിഫിക് നോളജ് ഈസ് ഫൗണ്ട് ബൈ പെർസ്യൂയിങ് യുവർ ജെനുവിൻ ക്യൂരിയോസിറ്റി ആൻഡ് പാഷൻ റാദർ ദാൻ വാട്ട് എവർ ഈസ് ഹോട്ട് റൈറ്റ് നൗ. നമ്മൾ ട്രെൻഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഹോട്ട് ആയിട്ടുള്ളത് എന്ന് നോക്കി നമ്മൾ അതിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ പല ക്രിയേറ്റേഴ്സ്, പല ബിസിനസ്സുകൾ, പല സ്റ്റാർട്ടപ്പുകൾ, ഇവരെല്ലാവരും ചെയ്യുന്നത് ഇതാണ്. ഇപ്പോഴത്തെ മാർക്കറ്റിൽ എന്താണ് ട്രെൻഡിങ് എന്ന് നോക്കിയിട്ടാണ് ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നത്. ആൻഡ് ഇത് ലോങ് ടേമിൽ ബെനഫിഷ്യൽ ആയിരിക്കില്ല. ആൻഡ് ലോങ് ടേമിൽ ബെനഫിഷ്യൽ അല്ലാത്ത ഒരു കാര്യം നമുക്ക് വെൽത്ത് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് കൂട്ടാൻ പറ്റില്ല. ഇറ്റ് ഈസ് എയ്തർ പ്ലേയിങ് ദ മണി ഗെയിം ഓർ സ്റ്റാറ്റസ് ഗെയിം.
ബിൽഡിംഗ് സ്പെസിഫിക് നോളജ് വിൽ ഫീൽ ലൈക്ക് പ്ലേ ടു യു ബട്ട് വിൽ ലുക്ക് ലൈക്ക് വർക്ക് ടു അതേഴ്സ്. സോ ഇതിൽ നെവൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്പെസിഫിക് നോളജ് ബിൽഡ് ചെയ്യുവാണോ എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്കതൊരു പ്ലേ ആയിട്ട് തോന്നും. ഒരു കഠിനാധ്വാനം ചെയ്യുന്നതായിട്ടൊന്നും നമുക്ക് ഫീൽ ആവില്ല. അതേസമയം ഇത് കണ്ടു നിൽക്കുന്ന വേറെ ഒരാൾക്ക് ഇതൊരു ഹാർഡ് വർക്ക് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. ഈ ഫാക്ടറാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന കാര്യം സ്പെസിഫിക് നോളജ് ആണോ, നമ്മൾ നമ്മളുടെ സ്പെസിഫിക് നോളജ് ആണോ ബിൽഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. വെൻ സ്പെസിഫിക് നോളജ് ഈസ് ടോട്ട്, ഇറ്റ്സ് ത്രൂ അപ്രന്റിഷിപ്സ്, നോട്ട് സ്കൂൾസ്. സോ സ്പെസിഫിക് നോളജ് നമുക്ക് ഒരിക്കലും സ്കൂളിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഒന്നുകിൽ ഒരു അപ്രന്റിഷിപ്പ് അല്ലെങ്കിൽ നമ്മളൊരു വർക്കിൽ ഇൻവോൾവ് ആയി നമ്മൾ ഓൺ ദ ജോബിലേ നമുക്ക് സ്പെസിഫിക് നോളജ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കം ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് അറ്റ് വാട്ട് യു ഡു. കീപ് റീഡിഫൈനിങ് വാട്ട് യു ഡു അൺടിൽ ദിസ് ഈസ് ട്രൂ. സോ ഈ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കരധികം സ്ട്രൈക്കായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. നെവൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഈ ലോകത്തിലെ ബെസ്റ്റ് നിങ്ങളാകുക. ആൻഡ് ലോകത്തിലെ ബെസ്റ്റ് ആകാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം റീഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇതിലൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു റണ്ണർ ആവണം എന്ന് വിചാരിക്കുക. സോ നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റണ്ണർ ആകണം. പക്ഷെ നാളെ തന്നെ നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി ഉസൈൻ ബോൾട്ടിനെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ ആദ്യം നമ്മൾ ഡിസ്ട്രിക്റ്റിൽ കളിക്കും, ഡിസ്ട്രിക്റ്റിലെ ബെസ്റ്റ് ആകും, ദെൻ സ്റ്റേറ്റ്, ദെൻ നാഷണൽ, പിന്നെ ഒളിമ്പിക്സ്. ഈ ഒരു പ്രോസസ്സിനെയാണ് റീഡിഫൈൻ വാട്ട് യു ഡു എന്നതുകൊണ്ട് നെവൽ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ റീഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ എത്തുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. സോ ഇതുവരെ നമ്മൾ വെൽത്ത് ക്രിയേഷനെ കുറിച്ച് സംസാരിച്ചു, ഇക്വിറ്റി ഓൺ ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിച്ചു, അതുപോലെ ബിൽഡിംഗ് സ്പെസിഫിക് നോളജിനെ കുറിച്ച് സംസാരിച്ചു. ഇനി നാലാമത്തെ കാറ്റഗറി, യൂസ് പെർമിഷൻലെസ് ലെവറേജ്, അതായത് കോഡ് ഓർ മീഡിയ. സോ ഇതിൽ മെയിനായിട്ട് നെവൽ സംസാരിക്കുന്നത് 4 ടൈപ്പ് ഓഫ് ലെവറേജുകളെ കുറിച്ചാണ്: ലേബർ, ക്യാപിറ്റൽ, മീഡിയ, കോഡ്. ഇതിൽ ലേബറും ക്യാപിറ്റലും പെർമിഷൻ റിക്വയർ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. അതേസമയം മീഡിയയും കോഡും പെർമിഷൻ റിക്വയർ ചെയ്യാത്ത 2 കാര്യങ്ങളാണ്. ടു മേക്ക് ഇറ്റ് സിമ്പിൾ, ലേബർ ആൻഡ് ക്യാപിറ്റൽ, ഈ 2 കാര്യങ്ങൾക്ക് നമുക്ക് വെൽത്ത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ 2 അസറ്റുകളെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി. ഇത് രണ്ടും നമുക്ക് ഈസി ആക്സസ് ഉള്ള കാര്യങ്ങളല്ല. അതേസമയം നമ്മൾ കോഡിംഗ് അല്ലെങ്കിൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിന് രണ്ടിനും 0 മാർജിനൽ കോസ്റ്റാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്പെസിഫിക് നോളജ് ഉള്ള ഏതൊരു വ്യക്തിക്കും നാളെ തന്നെ കോഡിംഗ് അല്ലെങ്കിൽ മീഡിയ ത്രൂ ഗ്ലോബലി സ്കെയിൽ ചെയ്യാൻ സാധിക്കും. കോഡിംഗ് ത്രൂ നമ്മൾ ബിൽഡ് ചെയ്തൊരു സോഫ്റ്റ്വെയറിന് മില്യൺസ് ഓഫ് ആൾക്കാരെ സെർവ് ചെയ്യാൻ സാധിക്കും ഗ്ലോബലി. ഒരു പീസ് ഓഫ് കോണ്ടന്റിന് അത് ഇംഗ്ലീഷിലാണെങ്കിൽ ഈ ലോകം മുഴുവൻ എത്താനും സാധിക്കും. ഇതിനൊന്നിനും നമുക്ക് ആരുടെയും പെർമിഷൻ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇത് പെർമിഷൻലെസ് ലെവറേജ് ആയിട്ട് നെവൽ പറയുന്നത്. ഗിവ് മീ എ ലെവർ ലോങ് ഇനഫ് ആൻഡ് എ പ്ലേസ് ടു സ്റ്റാൻഡ് ആൻഡ് ഐ വിൽ മൂവ് ദ എർത്ത്. ആർക്കിമിഡസ്. ഫോർച്യൂൺസ് റിക്വയർ ലെവറേജ്. ബിസിനസ് ലെവറേജ് കംസ് ഫ്രം ക്യാപിറ്റൽ, പീപ്പിൾ ആൻഡ് പ്രൊഡക്ട്സ് വിത്ത് നോ മാർജിനൽ കോസ്റ്റ് ഓഫ് റെപ്ലിക്കേഷൻ. കോഡ് ആൻഡ് മീഡിയ. സോ ബേസിക്കലി നെവൽ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാപിറ്റൽ, പീപ്പിൾ ആൻഡ് പ്രൊഡക്റ്റ്, ഈ 3 കാര്യങ്ങളും കോഡിങ്ങും മീഡിയയും ത്രൂ നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാനും സാധിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഏറ്റവും വലിയ ലെവറേജുകളാണ് ഫോർച്യൂൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ക്യാപിറ്റൽ മീൻസ് മണി. ടു റേസ് മണി, അപ്ലൈ യുവർ സ്പെസിഫിക് നോളജ് വിത്ത് അക്കൗണ്ടബിലിറ്റി ആൻഡ് ഷോ റിസൾട്ടിങ് ഗുഡ് ജഡ്ജ്മെൻറ്റ്. നമ്മൾ നമ്മളുടെ സ്പെസിഫിക് നോളജ് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് തെളിയിച്ചുകൊണ്ട് നമ്മളുടെ ഒരു ഗുഡ് ജഡ്ജ്മെൻറ്റ് കേപ്പബിലിറ്റിയെ കാണിച്ചുകൊണ്ട് നമുക്ക് മണി റേസ് ചെയ്യാം, അങ്ങനെ ക്യാപിറ്റൽ ഏൺ ചെയ്യാമെന്നാണ് നെവൽ ഇതിൽ പറയുന്നത്. കോഡ് ആൻഡ് മീഡിയ ആർ പെർമിഷൻലെസ് ലെവറേജ്. ദേ ആർ ദ ലെവറേജ് ബിഹൈൻഡ് ദ ന്യൂലി റിച്ച്. യു ക്യാൻ ക്രിയേറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് മീഡിയ ദാറ്റ് വർക്ക്സ് ഫോർ യു വൈൽ യു സ്ലീപ്പ്. ആദ്യം നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓപ്ര, ട്രംപ്, കാന്യെ, എലോൺ മസ്ക്, ഇവരെല്ലാവരും ദ ന്യൂലി റിച്ച് ആയിട്ടുള്ളവരാണ്. ആൻഡ് ഇവരെല്ലാവരും കോഡിംഗ് അല്ലെങ്കിൽ മീഡിയ യൂസ് ചെയ്താണ് അവരുടെ എംപയർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആൻ ആർമി ഓഫ് റോബോട്ട്സ് ഈസ് ഫ്രീലി അവൈലബിൾ. ഇറ്റ്സ് ജസ്റ്റ് പാക്ഡ് ഇൻ ഡേറ്റാ സെൻറ്റേഴ്സ് ഫോർ ഹീറ്റ് ആൻഡ് സ്പേസ് എഫിഷ്യൻസി. യൂസ് ഇറ്റ്. സോ നമ്മൾ ദ ഓൾഡ് വേ ഓഫ് മേക്കിംഗ് മണി വിട്ടിട്ട്
നമ്മൾ ഇതെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ലെവറേജ് ക്രിയേറ്റ് ചെയ്യാനാണ് നെവൽ ഇതിലൂടെ നമ്മളോട് പറയുന്നത്. ഇഫ് യു കാൺ കോഡ്, റൈറ്റ് ബുക്സ് ആൻഡ് ബ്ലോഗ്സ്, റെക്കോർഡ് വീഡിയോസ് ആൻഡ് പോഡ്കാസ്റ്റ്. സോ നമുക്ക് കോഡിങ് അറിയില്ല എങ്കിൽ നമുക്ക് കോണ്ടൻറ്റ് അല്ലെങ്കിൽ മീഡിയ ആണ് ദ നെക്സ്റ്റ് ബെസ്റ്റ് മെത്തേഡ്സ്. ഇനി നമ്മൾ നമ്മളുടെ ഫൈനൽ കാറ്റഗറിയിലേക്ക് വന്നിരിക്കുകയാണ്, വിച്ച് ഈസ് പ്ലേ ലോങ് ടേം ഗെയിംസ് വിത്ത് ഹൈ ഇൻറ്റഗ്രിറ്റി പീപ്പിൾ. അതായത് നമ്മളുടെ ബിസിനസ്സിന് ഒരു ഹയർ പർപ്പസ് വേണം. അതൊരു ലോങ് ടേം ഗെയിം കളിക്കുന്ന ബിസിനസ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ ടീമിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മളുടെ ബിസിനസ്സിനെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. പിക്ക് ബിസിനസ് പാർട്ട്നേഴ്സ് വിത്ത് ഹൈ ഇൻ്റലിജൻസ്, എനർജി ആൻഡ് എബവ് ഓൾ ഇൻറ്റഗ്രിറ്റി. നമ്മൾ നമ്മളുടെ പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ അത് ബിസിനസ്സിലാവട്ടെ ലൈഫിലാവട്ടെ അവരുടെ 3 ക്വാളിറ്റീസ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. 1, അവർ ഹൈലി ഇൻ്റലിജൻ്റ് ആയിരിക്കണം. 2, നല്ല എനർജി ഉള്ളവരായിരിക്കണം. 3-മത്തെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അവർ ഹൈ ഇൻറ്റഗ്രിറ്റി ഉള്ള വ്യക്തികളായിരിക്കണം. അതായത് വിശ്വസ്തത, സത്യസന്ധത, അതുപോലെ തന്നെ എമ്പതി ഒക്കെ ഉള്ളവരെയാണ് നമുക്ക് ഇൻറ്റഗ്രിറ്റി ഉള്ള വ്യക്തികളെന്ന് വിളിക്കാൻ പറ്റുക. സോ അങ്ങനെയുള്ളവരായിരിക്കണം എപ്പോഴും നമ്മളുടെ പാർട്ട്നേഴ്സ്. ഡോണ്ട് പാർട്ട്ണർ വിത്ത് സിനിക്സ് ആൻഡ് പെസിമിസ്റ്റ്. ദെയർ ബിലീവ്സ് ആർ സെൽഫ് ഫുൾഫില്ലിങ്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, എന്തൊരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അതിലെ നെഗറ്റീവ് കണ്ടുപിടിക്കുന്നവർ. അതൊരു ഹെൽത്തി ലെവലിലോ ബെനഫിഷ്യൽ ആയിട്ടുള്ള ലെവലിലോ അല്ലാതെയുള്ള വ്യക്തികൾ, അവരുമായിട്ട് നമ്മൾ ഒരിക്കലും ബിസിനസ്സിൽ ഏർപ്പെടരുതെന്നാണ് നെവൽ പറയുന്നത്. വർക്ക് ആസ് ഹാർഡ് ആസ് യു ക്യാൻ, ഈവൻ ദോ ഹൂ യു വർക്ക് വിത്ത് ആൻഡ് വാട്ട് യു വർക്ക് ഓൺ ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഹൗ ഹാർഡ് യു വർക്ക്. ബേസിക്കലി നമ്മൾ ആരുടെ കൂടെയാണ്, എന്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ നെവലിൻ്റെ ട്വീറ്റ് സ്റ്റോം കംപ്ലീറ്റ് ആയിട്ട് ഡീകോഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ചുരുക്കി പറയുകയാണെങ്കിൽ നെവൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഡോണ്ട് ചേസ് സ്റ്റാറ്റസ്. സ്റ്റാറ്റസിൻ്റെ പിന്നാലെ പോകാതെ അസറ്റ്സ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഡോണ്ട് റെൻറ്റ് യുവർ ടൈം. നിങ്ങളുടെ സമയം വാടകയ്ക്ക് കൊടുക്കുന്നതിന് പകരം എന്തെങ്കിലും ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ഇക്വിറ്റി കയ്യിൽ വെക്കുക. ഡോണ്ട് ലേൺ ജനറിക് സ്കിൽസ്. എല്ലാവരും ചെയ്യുന്ന പണി പഠിക്കാതെ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പെസിഫിക് നോളജ് ബിൽഡ് ചെയ്യുക. ഡോണ്ട് വെയിറ്റ് ഫോർ പെർമിഷൻ. ആരും അവസരം തരാൻ വേണ്ടി കാത്തു വെക്കേണ്ട കാര്യമില്ല. കോഡും മീഡിയയും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഐഡിയാസിനെ സ്കെയിൽ ചെയ്തെടുക്കാൻ പഠിക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ചുമ്മാ ഷോ കാണിച്ച് നിൽക്കുന്നവരുടെ കൂടെ നിൽക്കാതെ പ്ലേ ലോങ് ടേം ഗെയിംസ് വിത്ത് ലോങ് ടേം പീപ്പിൾ. കാരണം അവസാനം ആലോചിക്കുമ്പോൾ വെൽത്ത് ഈസ് നോട്ട് അബൌട്ട് മണി. പണം വെറും ഒരു ടൂൾ മാത്രമാണ്. യഥാർത്ഥ ലക്ഷ്യം ഫ്രീഡമാണ്. ഫ്രീഡം ഓഫ് യുവർ ടൈം ആൻഡ് ഫ്രീഡം ഓഫ് യുവർ മൈൻഡ്. ഈ വീഡിയോ നിങ്ങളെ ഒന്ന് ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഹിറ്റ് ദാറ്റ് സബ്സ്ക്രൈബ് ബട്ടൺ. കാരണം ഇവിടെ നമ്മൾ ട്രെൻഡിൻ്റെ പിന്നാലെയല്ല, വി സ്റ്റഡി ടൈംലെസ് ഐഡിയാസ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ടിൽ ദെൻ, ബൈ.